സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുമ്പോഴും അനാസ്ഥ തുടരുകയാണ് ആരോഗ്യവകുപ്പ്. പാരിസ്ഥിതിക മാറ്റങ്ങൾ രോഗബാധയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്നറിയാൻ സർക്കാർ പ്രഖ്യാപിച്ച പഠനം എങ്ങും എത്തിയിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ അലംഭാവം രോഗവ്യാപനത്തിന് കാരണമാകുന്നതായും ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശ്രീനന്ദ എസ് പി ചേരുന്നു. ശ്രീനന്ദ, കഴിഞ്ഞ ദിവസമാണ് തലസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കുട്ടിക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാനില്ല എന്ന് ആശുപത്രി അധികൃതർ പറയുമ്പോഴും അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്നത് ആശങ്ക ജനിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായി മസ്തിഷ്ക ജ്വരം പടർന്ന് പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥ തുടരുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പാരിസ്ഥിതിക മാറ്റങ്ങൾ രോഗബാധയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്ന് അറിയാൻ സർക്കാർ പ്രഖ്യാപിച്ച പഠനം പോലും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ, അല്ലെങ്കിൽ ഇത്തരം നിരന്തരമായി മസ്തിഷ്ക ജ്വരബാധ പടർന്നു പിടിക്കുന്നതിന്റെ സാഹചര്യം എന്ത് എന്നുള്ള പഠനങ്ങളിൽ പോലും സർക്കാർ അലംഭാവം കാണിക്കുന്നു എന്ന് തന്നെയാണ്. ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട്. ശ്രീനന്ദ, എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? ദേവിക, കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു 13-കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനി ബാധിച്ചെത്തിയതായിരുന്നു കുട്ടി. ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഈ ഒരു അസുഖമുള്ളതായി മനസ്സിലായത്. ശേഷം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വേറെ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്നാലും ആരോഗ്യവകുപ്പ് ഇതുവരെയും എവിടെ നിന്നാണ് ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നതെന്നും അതുപോലെ തന്നെ എന്ത് സാഹചര്യത്തിലാണ് ഇത് പടർന്നു പിടിക്കുന്നതെന്നുമുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തത ഇതുവരെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നിരവധി പഠനങ്ങൾക്കൊക്കെ പുതിയ പഠനങ്ങളൊക്കെ നടത്താമെന്ന് ആരോഗ്യവകുപ്പ് ഒരുപാട് തവണ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും യാതൊരുവിധ പഠനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആദ്യമായി തന്നെ ഈ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരുപാട് പേർ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 4 ദിവസത്തിനിടെ 2 മരണമാണ് ഈ ഒരു അസുഖബാധയെ തുടർന്ന് തിരുവനന്തപുരത്തുണ്ടായത്. അതും ഇനി ഉയരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നു. അതേസമയം ആരോഗ്യവകുപ്പിന്റെ സൈറ്റിൽ ഒന്നും തന്നെ എത്ര പേരാണ് കൃത്യമായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളതെന്നും അതുപോലെ തന്നെ എത്ര പേര് ഇതുവരെ മരണപ്പെട്ടു എന്നുള്ളതുമുള്ള കൃത്യമായ കണക്കൊന്നും തന്നെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിരവധി ആളുകൾക്കാണ് ഇപ്പോൾ തുടർച്ചയായി എല്ലാ ദിവസവും ഓരോ കേസ് വീതം ഇപ്പോൾ തിരുവനന്തപുരത്തായിക്കൊള്ളട്ടെ മറ്റ് ജില്ലകളിലായിക്കോട്ടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു രോഗബാധ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. സാധാ ഒരു മലിനജലത്തിൽ നിന്നാണ് ഇത് പടരുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ വീട്ടിൽ തന്നെ ഉള്ള ഒരാൾക്ക് പോലും ഈ രോഗബാധ ബാധിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് പോലും ഈ രോഗബാധ ഉണ്ടാകുന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകുന്നു. കഴിഞ്ഞ ദിവസം ഒരു 78 വയസ്സുള്ള വയോധിക മരിച്ചിരുന്നു. അവർ വീട്ടിൽ തന്നെയുള്ള ഒരു സ്ത്രീയാണ്, പുറത്തിറങ്ങാത്തൊരു വ്യക്തിയാണ്. അവർക്ക് എങ്ങനെയാണ് ഈ രോഗം ബാധിച്ചെന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ജലാശയങ്ങളൊക്കെ മലിനമാക്കപ്പെടുന്നു, അതെല്ലാം വൃത്തിയാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതുവരെയും അതൊന്നും തന്നെ നടത്തിയിട്ടില്ല. പാർവതി പുത്തനാറിന്റെ കാര്യം തന്നെ വളരെ ദയനീയമാണ്. കഴിഞ്ഞ ദിവസം അവിടെ മലിനജലം അതുപോലെ തന്നെ മാലിന്യങ്ങളൊക്കെ ഇട്ട് മുഴുവൻ വൃത്തികേടായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു അവസ്ഥയിലും ഈ ഒരു അസുഖം ദിനം തോറും ഒരാൾക്ക് അസുഖം ബാധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇതൊന്നും വൃത്തിയാക്കാൻ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ തീരുമാനങ്ങളോ അല്ലെങ്കിൽ നടപടികളോ ഉണ്ടാകുന്നില്ല എന്നൊരു വളരെ വീഴ്ച അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതേസമയം ആരോഗ്യവകുപ്പ് എവിടെ നിന്നാണ് ഈ രോഗബാധ ഉണ്ടാകുന്നതെന്നുള്ള കൃത്യമായ വിവരണം നൽകുന്നില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നു. ഇന്നലെ 13-കാരനാണ് രോഗം ബാധിച്ചത്. രോഗബാധയിൽ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അയാളുടെ കുട്ടിയുടെ അസുഖം തൃപ്തിയാണ്, കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കൂടി എവിടെ നിന്നാണ് ഈ രോഗബാധ ഉണ്ടായിരിക്കുന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ മാസം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് രോഗം ബാധിച്ചിരുന്നു. അവരുടെ നിലയും തൃപ്തികരമാണ് എന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷേ എങ്ങനെയാണ് ഈ സ്വിമ്മിംഗ് പൂളിലും അതുപോലെ തന്നെ ജലാശയങ്ങളൊക്കെ തന്നെ ഈ രോഗബാധ ഉണ്ടാകുന്നത്? പഠനം എവിടെ വരെ എത്തി, അല്ലെങ്കിൽ പഠനത്തിൽ നിന്നുള്ള ഇൻപുട്ട് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഇതുവരെയും ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആരോഗ്യവകുപ്പ് മൗനം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. ദേവിക.